ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലെല്ലാം അച്ഛനും അമ്മയും ഗുരുവായൂർ കൊണ്ടുപോയിരുന്നു. കൊല്ലത്തിൽ എങ്ങനെയും 4-5 പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയിരുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് ഞങ്ങളും പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈയിടെ അച്ഛയ്ക്ക് 84 വയസ്സായി. ഇപ്പോൾ ഗുരുവായൂർക്ക് വിളിച്ചാൽ വരില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താ അച്ഛൻ ഗുരുവായൂർക്ക് വരാത്ത, എന്താ അച്ഛൻ ഗുരുവായൂർക്ക് വരാത്ത? ഇപ്പോൾ 60 വയസ്സായ ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂവിൽ നിന്ന് ഭഗവാനെ ദർശിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ വെറുതെ ഒരു ചിരിക്കുന്നല്ലാതെ വരില്ല. ഇങ്ങനെ രാവിലെ ഭയങ്കര പൂജയൊക്കെയാണ്. ഇനിയും രാവിലെ നേരത്തെ കുളിക്കുക, ഭഗവാനെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലി വിളക്ക് വയ്ക്കുക ഒക്കെ ചെയ്യും. ആരോഗ്യത്തിന് വലിയ അങ്ങനെ നടക്കാൻ വയ്യായൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ ഒരു ദിവസം എടുത്തിരുന്ന കുറേ പ്രാവശ്യം ചോദിച്ചു, എന്താ അച്ഛൻ വരാത്ത ഇപ്പം ഗുരുവായൂർക്കെന്ന്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പം എനിക്ക് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കുറേ വിളക്കുകൾ കത്തി തെളിഞ്ഞിരിക്കണതല്ലാണ്ട് ആ രൂപത്തെ അങ്ങ് കണ്ണിൽ തെളിയണില്ല, കണ്ണിന് കാഴ്ച മങ്ങിയറക്കണു കുട്ടീന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. അതോടൊപ്പം അച്ഛൻ പറയുകയും ചെയ്തു, ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം അവിടെയൊന്നും പോണ്ട, എൻ്റെ കണ്ണിൽ ഭഗവാൻ തെളിയാൻ തുടങ്ങി. അത് കാരണം എനിക്കിപ്പോൾ അമ്പലത്തിലൊന്നും പോണ്ട, നിങ്ങൾക്ക് പോകാൻ പറ്റുമ്പോഴൊക്കെ പോവിൻ മക്കളെ പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ഇങ്ങനെ മനസ്സ് വല്ലാത്ത വിഷമത്തോടെ അങ്ങനെ ഇരുന്നു. ഇത് കാരണമാണല്ലോ അച്ഛൻ നമ്മുടെ കൂടെ ഇപ്പോൾ വിളിച്ചാൽ വരാത്തത് എന്ന് കുറേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. നമുക്ക് അമ്പല ദർശനം നടത്താൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ നടത്തി ഭഗവാനെ കാണണം പോയിട്ട്. ഏത് കണ്ണുകളാണോ ഭഗവാനെ ദർശിക്കാത്തത്, ആ കണ്ണുകൾ പാവകളുടെ കണ്ണുകൾക്ക് തുല്യമാണ് എന്ന് ആചാര്യന്മാർ ഭാഗവത സപ്താഹത്തിൽ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്നും കൂടി സ്നേഹിക്കാൻ തോന്നും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണം തോന്നി. എൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ ഞാൻ എന്നും ഓർക്കും. ആ ടീച്ചറുടെ ആ ഒരു വാക്ക് എൻ്റെ ആ ചെറുപ്പത്തിൽ തന്നെ ആ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കായിരുന്നു. ടീച്ചർ പറയും, നമ്മൾ ഏതൊരു പിക്ചർ കാണുമ്പോഴും നമുക്ക് ഇഷ്ടം അല്ലാത്ത സീനാണ് നടക്കണമെങ്കിൽ നിങ്ങൾ ആ പ്ലേസ്, ആ സ്ഥലം നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ എത്തപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ചിട്ടാവും അത് നടന്നിട്ടുണ്ടാവുക. ആ സ്ഥലത്തെ കണ്ട് ആസ്വദിക്കുമെന്ന്. നമ്മുടെ കണ്ണുകളെ നമ്മൾ ചിന്തിക്കുന്ന കൂട്ടത്തിലായിരിക്കും നമ്മുടെ കാഴ്ചകളും. നമ്മൾ നല്ലത് ചിന്തിച്ചിട്ട് നമ്മൾ ഓരോന്നും നോക്കുമ്പോൾ നമുക്കെല്ലാം നല്ലതായിട്ട് തോന്നും എന്നാ ടീച്ചർ പറയുമായിരുന്നു. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എന്ന്. കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് നമ്മുടെ ചിലപ്പോൾ വയസ്സായിട്ട് നമ്മൾ ഇരിക്കേണ്ടി വന്നാൽ, ഒരുപാട് ഏജായിട്ട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങൽ തുടങ്ങിയ ഈ അച്ഛനെ പോലെ ആ വൈകുണ്ഠനാഥനെ മനസ്സിൽ തെളിയാനും കാണാനും നമുക്ക് പറ്റുമ്പോഴൊക്കെ നമുക്ക് ദർശനം നടത്താൻ പോവാം.